ബ്രസീലിൻ്റെ കഷ്ടകാലം തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. കാരണം സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ അദ്ദേഹം റയൽ മാഡ്രിഡിലെ അവസാനത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ചെറിയൊരു പരിക്കേറ്റ് അദ്ദേഹം ബ്രസീലിലേക്ക് യാത്ര ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്രസീൽ ടീമിൽ ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെയായിട്ട് പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ ഇപ്പോൾ ബ്രസീലിൻ്റെ സ്കോഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ടീം എന്താണ് നിലവിലെ ബ്രസീലിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ ഇപ്പോൾ വിനീഷ്യസിൻ്റെ ഈ ഒരു അപ്ഡേഷന് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വലിയൊരു അപ്ഡേഷനാണ് മിലിറ്റാവോൻ്റെ പരിക്ക്. ചെറിയ പരിക്കുള്ളൂ എങ്കിലും അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ മിലിറ്റാവോ അവൈലബിൾ അല്ല എന്നുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച ബ്രസീലിൻ്റെ നിലവിലെ സ്ക്വാഡിൽ ഏറ്റവും മികച്ച മുന്നേറ്റ താരവും ബാക്ക് ലൈനുള്ള മികച്ച ഒരു താരവുമാണ് നിലവിൽ അടുത്ത യോഗ്യതാ മത്സരങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ളത്. രണ്ടും റയൽ മാഡ്രിഡിലെ താരങ്ങളാണ്. ചെറിയ പരിക്കുകളുള്ളൂ എങ്കിലും അടുത്ത ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഏതായാലും അല്ലെങ്കിലേ വണ്ടി വലി പിടിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. എന്തൊക്കെ കാട്ടിലുണ്ട് കളത്തിലിറങ്ങിയാൽ, ഏതൊക്കെ താരങ്ങളുണ്ട്, യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളുണ്ട് എങ്കിലും മികച്ച ഒരു 11 ഇതുവരെ സെറ്റായിട്ടില്ല. ബ്രസീലിൻ്റെ കോച്ചിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ടീം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേൾഡ് കപ്പ് യോഗ്യത കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. സംശയം മീൻസ് യോഗ്യത ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ബ്രസീലിനെ പോലത്തൊരു ടീമിന് വേൾഡ് കപ്പിൻ്റെ യോഗ്യതൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംശയമായി നിൽക്കുമ്പോൾ അതെന്തായാലും വാർത്തയായി മാറും എന്നുള്ളത് നമുക്കറിയാലോ. അതുപോലെ എല്ലാ വേൾഡ് കപ്പും കളിച്ച ഒരു ടീം, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ എടുത്തൊരു ടീം, അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ളൊരു ടീം വേൾഡ് കപ്പ് യോഗ്യത കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ചർച്ച വരികയാണ്. അപ്പോൾ ഏതായാലും മിലിറ്റാവും വിനീഷ്യസും അടുത്ത മത്സരങ്ങളിൽ ഇല്ല. പെറുവിനോട്ടും ചിലിനോട്ടുമാണ് മത്സരം വരുന്നത് ഈ മാസം. പെറു ചിലി എന്ന് പറയുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ, അർജൻറ്റീന, ഉറുഗ്വേ പോലുള്ള ടീമുകൾക്ക് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീമാണ് ഈ ഒരു പെറു ചിലി പോലുള്ള ടീം. അവരോട്ടാണ് മത്സരമുള്ളത്, നല്ല മികച്ച ടീമുകളോട്ടാണ്. അപ്പോൾ ഏതായാലും എന്തായിരിക്കും അടുത്ത മത്സരത്തിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. ഈ വിനീഷ്യസും മിലിറ്റാവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ടീമിൻ്റെ അവസ്ഥ നമുക്ക് പരിതാപകരമാണ്. നമുക്ക് റിസൾട്ടിൽ കഴിഞ്ഞിട്ടുള്ള മത്സരമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഇവരും പാടില്ല എന്നുണ്ടെങ്കിൽ എന്താക്കണം അവസ്ഥ എന്ന് നമുക്ക് ഇനി മത്സരം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ പറയാൻ കഴിയുള്ളൂ അല്ലേ.